പ്രവർത്തകരെ കയ്യാമം വെച്ച് മുഖം മൂടി അണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ KSU പ്രവർത്തകർ നടത്തുന്ന നിയമസഭാ മാർച്ച് പുതിയ സംഘർഷ തലങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണം കരുതാൻ. സഭാ കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു പ്രവർത്തകർ. റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രകടനവുമായി മുന്നോട്ട് നീങ്ങുന്നു. എന്താണ് പ്രവർത്തകരുടെ ലക്ഷ്യം, അടുത്ത ഘട്ടം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്കാണോ കടക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇപ്പോഴും നടു റോട്ടിലൂടെ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നതിന് ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകരെ തടയാൻ വേണ്ടി പോലീസ് റോഡിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകളും കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എവിടെ ഇരുന്ന് ഉപരോധ സമരം നടത്താനായിരിക്കും ശ്രമം എന്നാണ് ഇനി അറിയേണ്ടത്. സനൂപുണ്ട്. സനൂപ്, ഇപ്പോൾ പ്രവർത്തകർ എവിടം വരെ എത്തിയിട്ടുണ്ട്? എന്തായിരിക്കണം അവരുടെ നീക്കം? എന്തെങ്കിലും തുറന്നു പറയുന്നുണ്ടോ അവർ? സൈഫുദ്ദീൻ, നിയമസഭയിൽ നിന്ന് മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാനായിരിക്കും ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ പാളയം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആ ഭാഗവും കഴിഞ്ഞ് സ്പെൻസർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് സ്പെൻസർ ജംഗ്ഷൻ കഴിഞ്ഞാലാണ് സെക്രട്ടേറിയറ്റ്. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്യാനാണോ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല. അതോ ഈ സമരം അവസാനിപ്പിച്ചുകൊണ്ട് DCC ഓഫീസിലേക്ക് പോകാനാണോ ഉദ്ദേശമെന്നും നിലവിൽ നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് ഏത് ഭാഗത്തോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. കാരണം പോലീസിന്റെ ബാരിക്കേഡും, അതായത് വാഹന ഗതാഗതം സുഗമമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രാഫിക് പോലീസ് സ്ഥാപിക്കുന്ന ബാരിക്കേഡും മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ പ്രവർത്തകർ ഈ റോഡിൽ കൂടെ നടന്നു പോകുന്നത്. വാഹനങ്ങൾ എന്തായാലും പോലീസ് കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ റോഡിൽ കൂടെ. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ പുറകിലെല്ലാം തന്നെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ് തുടങ്ങാൻ പോവുകയാണ്. വാഹനങ്ങൾ വന്ന് നിൽക്കുകയാണ്. പ്രവർത്തകരായ റോഡിൽ നിന്ന് മാറി നടക്കാത്തത് കൊണ്ട് തന്നെ ഒരു വശത്തൂടെയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ ബുദ്ധിമുട്ടിൽ ആയിട്ടുണ്ട്. കാരണം നമുക്കും വ്യക്തമല്ല ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ പോയി സമരം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ഈ മാർച്ചിനോടൊപ്പം നമ്മളും നടക്കുകയാണ്, മിലിയൺ സംഘവും നടക്കുകയാണ്. പ്രവർത്തകർ എന്തായാലും നിയമസഭയ്ക്ക് മുന്നിൽ ആ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം അവർക്ക് വിജയിക്കാൻ കഴിയും. കാരണം ചില സമയത്തൊക്കെ ഈ ബാരിക്കേഡ് ഉയർത്തി താഴെ ഇടാനൊക്കെ പ്രവർത്തകർ കഴിഞ്ഞു. ഇത്തവണ പോലീസ് എന്തായാലും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബാരിക്കേഡ് മറ്റുമൊക്കെ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ഒരു 17 തവണ ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. അതുപോലെ തന്നെ അവർ ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും നടന്നില്ല. ബാരിക്കേഡ് കെട്ടിയിരുന്ന കയറഴിക്കാനൊക്കെയുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വിജയിച്ചില്ല. അതോടുകൂടിയാണ് സമര രീതി മാറ്റാൻ വേണ്ടി പ്രവർത്തകർ തീരുമാനിച്ചത്. ഇപ്പോൾ എന്തായാലും അവർ ഈ MG റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 100 മീറ്റർ വേണ്ട 50 മീറ്റർ കഴിയുമ്പോഴേക്കും സെക്രട്ടേറിയറ്റിന്റെ മുൻവശം എത്തും. അവിടെ ഈ പ്രവർത്തകർ സമരം അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രാഫിക് പോലീസിന്റെ ബാരിക്കേഡ് മറ്റുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് ചുമന്നുകൊണ്ടാണ് നിലവിലിപ്പോൾ പ്രവർത്തകർ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെയാണ് ഇന്ന് നിയമസഭാ മാർച്ച് KSU ആഹ്വാനം ചെയ്തത്. ആ മാർച്ച് അക്രമാസക്തമാവുന്നത് നമ്മൾ കണ്ടതുമാണ്. 17 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കമ്പും വടിയും അതുപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള കല്ലേറും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്നതിനപ്പുറത്തേക്ക് പോലീസ് മറ്റ് നടപടിയിലേക്ക് കടന്നില്ല. കാരണം വലിയ സമരമൊക്കെ നടത്തി ഇത്തരം രൂക്ഷമായിട്ടുള്ള കല്ലേറൊക്കെ ഉണ്ടാവുമെങ്കിൽ പൊതുവെ പോലീസ് ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രനേഡ് പ്രയോഗിക്കുന്നതാണ് മുൻ സമരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് അവർ പോയില്ല. സംയമനം പാലിച്ച് നിൽക്കാനായിരുന്നു പോലീസ്. എന്തായാലും ആ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം കൊണ്ടുപോകാനാണ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമം തന്നെയാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നിലവിലിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ സമര ഗേറ്റിലേക്ക് ഓടിക്കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അവിടെയും പോലീസിനെ വിന്യസിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള സർക്കാരിന്റെ ഫ്ലക്സുകളൊക്കെ തകർത്ത് ആ തടിക്കഷ്ണവുമായിട്ടൊക്കെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. വളരെ കുറച്ച് പോലീസ് മാത്രമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തുള്ളത്. എന്തായാലും പ്രവർത്തകരുടെ സമരം നിയമസഭയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും.